കാര്യം മഞ്ജുവിന്റെ ഔദാര്യമാണ്. അവള് ഷെയർ ഫ്രീ ആയിട്ട് എഴുതി തന്നു. അവൾ ഇത്രയും വലിയ വിഡ്ഢിയാണോ? നോനോ, തൽക്കാലം നമ്മുടെ വിവാഹം നടത്താൻ വേണ്ടി അവൾ എഴുതി തന്നേ ഉള്ളൂ. കല്യാണം പിറ്റേന്ന് തന്നെ നമുക്ക് തിരിച്ചെഴുതി കൊടുക്കണം. അതെന്തിനാ? കിട്ടിയതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റൂല. നോ, അത് ശരിയല്ല. അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം ഷെയർ അച്ഛനെ കാണിച്ച് കല്യാണം നടത്താം. അതെ, നാളെ നീ ഒന്ന് അച്ഛനെ മുമ്പിൽ അഭിനയിക്കണം. അത് ഞാൻ ഏറ്റു. എനിക്ക് കോൺഫിഡൻസോടെ ചെയ്യാൻ അറിയുന്ന ഏക പണി ആക്ടിംഗ് ആണ്. ഞാനൊരു ആക്ടറാണേ. മോളെ ദേവി, ടിൻഡുമോന് കൊടുത്തിരുന്ന 100 ദിവസത്തിന്റെ അവസാന ദിവസമാണിന്ന്. ഞാൻ കൊടുത്തിരുന്ന 1 കോടി അവൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നശിപ്പിച്ചെന്നാ ഞാൻ കേട്ടത്. അവൻ പോയ വഴിക്ക് പുല്ല് പോലും മുളക്കില്ലത്രേ. അച്ഛാ, ദേ ടിൻഡുമോൻ വരുന്നു. വരണം ടിൻഡുമോനെ. 100 ദിവസം കൊണ്ട് 1 കോടി 100 കോടിയാക്കുന്ന വിദ്യ എന്നെ കൂടി ഒന്ന് പഠിപ്പിക്കണേ. വെറും 1 ദിവസം കൊണ്ട് തന്നെ എന്റെ 1 കോടി രൂപയും പോയി കിട്ടി. എടാ, പണം കൊണ്ട് ബിസിനസ് നടത്തുക എന്നത് കാണുന്നവനും കേൾക്കുന്നവനും ചെയ്യുവാൻ പറ്റുന്ന പണിയല്ല. അത് എന്നെ പോലെ ബുദ്ധിയും പണവും ഉള്ള ആളുകൾക്ക് മാത്രം പറ്റുന്ന കാര്യമാ. അത് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. ഇനി മേലിൽ നീ എന്റെ മകളെ കണ്ടുവെന്നറിഞ്ഞാൽ നിന്നെ ഞാൻ എന്നേക്കുമായി തീർക്കും. നമ്മുടെ എഗ്രിമെന്റ് ഇന്നത്തോടെ അവസാനിച്ചു. ഗുഡ് ബൈ. നിനക്ക് പോകാം. സോറി സർ, നമ്മുടെ എഗ്രിമെന്റ് ഇന്നത്തോടെ അവസാനിക്കല്ല, ഇന്നത്തോടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. What do you mean? മെട്രോ ഹോട്ടലിന്റെ 51% ഷെയർ എന്റെ പേരിൽ തന്നെ വന്നോന്നറിയാൻ മഞ്ജുവിനെ വിളിച്ച് നേരെ ചോദിക്കാവുന്നതാണ്. 100 കോടി രൂപ നീ എങ്ങനെ ഒപ്പിച്ചു? 100 കോടി ഉണ്ടാക്കണം എന്നല്ല, പിന്നെ നമ്മളെ എഗ്രിമെന്റ് ഇതാണ്. എന്ത്? മറിച്ച് മഞ്ജുയുടെ പേരിലുള്ള ഹോട്ടലിന്റെ 51% ഷെയറിന്റെ ഓണർഷിപ്പ് എന്റെ പേരിലാക്കണം എന്നാണ്. എന്നാ പിന്നെ നിനക്ക് അതിന്റെ ഡയറക്ടർ ആവാലോ. അതുറപ്പല്ലേ? അപ്പോ അങ്കിൾ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിവളെ രജിസ്റ്റർ മാരേജ് ചെയ്യണോ അതല്ല? വേണ്ട, ഞാൻ എന്റെ വാക്ക് പാലിക്കും. നീ ഒരു 3 സ്റ്റാർ ഹോട്ടലിന്റെ മുതലാളി ആയതിനാൽ നല്ല അന്തസ്സോടെ നിന്റെയും ദേവിയുടെയും വിവാഹം ഞാൻ നടത്തി തരും. വെൽക്കം. മഞ്ജുളെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? നീ നമ്മുടെ ഹോട്ടലിന്റെ 51% ഷെയറും ആ ടിൻഡുമോന് ഫ്രീ ആയി എഴുതി കൊടുത്തോ? അയ്യോ അച്ഛാ, അത് ഞാനും ടിൻഡുമോനും ചേർന്ന് നടത്തുന്നൊരു നാടകമാണ്. എടി വിഡ്ഢി, ആരെങ്കിലും ഈ ലോകത്ത് ഫ്രീ ആയിട്ട് 100 കോടിയുടെ സ്വത്ത് എഴുതി കൊടുക്കുവോ? ദേവിയെ വിവാഹം കഴിച്ചാ അതെനിക്ക് തിരിച്ചെഴുതി തരൂ, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ അവൻ ഒലത്തും. നോക്ക്, ടിൻഡുമോന്റെ എല്ലാ ഷെയറും ഇപ്പൊ തന്നെ തിരിച്ചു വാങ്ങിക്കണം. അത് പിന്നെ പോരാ അച്ഛാ. പോരാ, ഇപ്പൊ തന്നെ വേണം, ഈ നിമിഷം വേണം. അതിനുശേഷം നീ വീട്ടിൽ കയറിയാ മതി, അല്ലെങ്കിൽ നീ എവിടെയും പോയി തൊലഞ്ഞോ. എന്നാ ഞാൻ ഇനി വീട്ടിൽ കയറുന്നില്ല. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇപ്പൊ തന്നെ ടിൻഡുമോന്റെ അടുത്തേക്ക് പോണം. ചലോ ചലോ ടിൻഡുമോൻ. വാസൂട്ടിയല്ലേ? വാസൂട്ടി ഞാനാ. അതെ, ഒരു കാര്യമുണ്ട്. ഒരുത്തനെ തട്ടാനാ. ഞാൻ പറയാം, ചിലപ്പോ ആവശ്യം വരും. നീ ലൈൻ തന്നെ ഉണ്ടാവണം. ഓക്കെ? ടിൻഡുമോന്റെ ബുദ്ധി അപാരം തന്നെ. ഏതായാലും ഒരു വലിയ ഹോട്ടലിന്റെ മുതലാളിയായില്ലേ. നോക്ക് ദേവി, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കും. പിന്നെ ഞാൻ മഞ്ജുളയ്ക്ക് വാക്ക് കൊടുത്താ എനിക്ക് എല്ലാ ഷെയറും അവൾക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. നോ, ഞാനത് സമ്മതിക്കില്ല. നോക്ക് ടിൻഡുമോനെ, നിങ്ങൾക്ക് കിട്ടിയതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നോ, ഞാൻ മഞ്ജുളയ്ക്ക് വാക്ക് കൊടുത്താണ്, ഞാൻ ആ വാക്ക് പാലിച്ചിരിക്കും. ഓഹോ, എങ്കിൽ നിങ്ങൾ എന്നെ മറക്കേണ്ടി വരും. കാരണം അച്ഛൻ ഒരിക്കലും ഇത് സമ്മതിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാരേജിലേക്ക് പോകണം. ഈ പ്രശ്നങ്ങൾ തീരാതെ നമ്മൾ വിവാഹത്തിലേക്ക് പോകുന്നില്ല. അയ്യോ, ഇതാ മഞ്ജുള വരുന്നു. ഈശ്വര, പണി പാളുവോ? ചേട്ടാ, അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടു. ഒന്നെങ്കിൽ എനിക്ക് ഷെയർ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഞാനും ടിൻഡുമോന്റെ കൂടെ വരും. ഏയ്, കിട്ടിയതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റൂല. ഓഹോ, ടിൻഡുമോനെ, നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാ, ഷെയർ തിരിച്ചു തന്നേ പറ്റൂ. എന്റെ മഞ്ജുള, ഞാൻ നിനക്ക് വാക്ക് തന്നാണ്, തീർച്ചയായും നിനക്ക് തിരിച്ചു തരും. ശരി ടിൻഡുമോനെ, എങ്കിൽ നീ എന്നെ മറന്നേക്ക്. ഞാൻ വീട്ടിലേക്ക് പോവാ. ഗുഡ് ബൈ.
ഇതാണോടി നിന്റെ സ്നേഹം? നീ അപ്പൊ ടിന്റുമോനെയല്ല പണത്തെയാണ് സ്നേഹിക്കുന്നത്. ഓ എന്തൊക്കെ ഡയലോഗായിരുന്നു. ടിന്റുമോനെ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, ഞാൻ നിക്കണോ അതോ പോണോ? ഇങ്ങനെയൊക്കെയാണ് നീ പോകുന്നതല്ലേ? ടിന്റുമോനെ, എന്നെപ്പോഴാ കല്യാണം കഴിക്കുക? ഞാൻ വീട്ടിലേക്ക് വരട്ടെ. ചേട്ടൻ എനിക്ക് ഷെയർ ഒന്നും തിരിച്ചു തരണ്ട, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നോക്ക് മഞ്ജുളെ, നിന്റെ അച്ഛൻ ചത്താലും നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കില്ല. എനിക്കിനി പ്രശ്നം എനിക്ക് വയ്യ. നിനക്കിപ്പോ ഷെയർ അല്ലേ, അത് ഞാൻ ഇപ്പൊ തന്നെ കഴിത്തരാം. അല്ല, നീ നിന്റെ വീട്ടിലേക്ക് വെക്കോ. ആലോചിച്ചിട്ട്. ആ രവിയേട്ടാ, ആ എന്തൊക്കെയുണ്ട് ടിന്റുമോനെ? അല്ല ഞാനിന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കംപ്ലൈന്റ് തന്നാലോ എന്ന് വിചാരിക്കുക. എന്താ കാര്യം? താഴ്വരമണി തരി ലാവണ്യ പൂശയിൽ ചമഞ്ഞു നീ മാലാകയാ